നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 9, 10 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മറ്റ് ചാനലുകളൊന്നും തന്നെ ഈ ദിനഫലങ്ങൾ ഇടുന്നില്ല, എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. എനിവേ, അപ്പോൾ അത് ഞങ്ങളുടെ ഇത് ദിനഫലങ്ങൾ മാത്രമല്ല, നിരവധി കാര്യങ്ങൾ വെളിച്ചം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല രാശിക്കും ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ വരുമ്പോൾ ഞങ്ങളത് പ്രത്യേകം പറയുന്നുണ്ട്, പ്രത്യേകം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതുമൊക്കെ ചെയ്യാം. ഓക്കെ. ഈ ദിവസങ്ങളിലെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 9 വെളുപ്പിന് 3:48 AM മുതലാണ് ഈ ഫലങ്ങൾ ആരംഭിക്കുന്നത്. ആഗസ്റ്റ് 11 വെളുപ്പിന് 4:43 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യ നിറങ്ങൾ പറയാം. 9-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 10-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പൊതുവെ ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യദായകമെന്നാണ് എൻ്റെ അനുഭവം. ഓക്കെ, ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 9, 10 തീയതികളിൽ രാവിലെ 4:42 AM മുതൽ 5:30 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 9, 10 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 9-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി 3 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 52 PM വരെയാണ് 9-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 10-ാം തീയതി ചെറിയ മാറ്റമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി 2 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 52 PM വരെയാണ് 10-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. പിന്നെ രാഹുകാലം 9-ാം തീയതി വൈകിട്ട് 5 മണി 4 മിനിറ്റ് PM മുതൽ വൈകിട്ട് 6 മണി 37 PM വരെയാണ് രാഹുകാലം 9-ാം തീയതി. 10-ാം തീയതി രാവിലെ 7:50 AM മുതൽ 9:22 AM വരെയാണ് 10-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 9-8-2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 2, 0, 6, 7 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 10-8-2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 1. 0, 8, 9, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി രാശിഫലം നോക്കാം. മേടൻ രാശി, മേടൻ ലഗ്നവും. ഓക്കെ, മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ചൊവ്വ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്, ഏകദേശം സെപ്റ്റംബർ 18 വരെ. ഓക്കെ, അപ്പോൾ ഭൂമിക്രയ വിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ മേടൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനും ശനിയും അനുകൂലമാണ്. പിന്നെ പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ഇത് 2027 ജൂൺ 3 വരെ തുടരും. അതിനുശേഷം 7 ശനിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു 2027 ജൂൺ 3 മുമ്പ് തീർക്കാൻ ശ്രമിക്കുക. ഇവരെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും 2027 ജൂൺ 3 വരെ. ഓക്കെ. പിന്നെ സാങ്കേതിക രംഗങ്ങളിൽ ഇവർക്ക് മികവ് പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാനാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഹൈലൈറ്റ് ഇതാണ്. വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഹംസയോഗത്തോടുകൂടി നിൽക്കുന്നു. ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. പൊതുവെ മിഥുന രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടക രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുക. ജന്മത്തിൽ സൂര്യൻ, ബുധൻ, വ്യാഴം ഇവ നിൽക്കുന്നു. വ്യാഴം നിൽക്കുന്നത് ചിലർ ഗുണാധിക്യം എന്നൊക്കെ പറയും, പക്ഷേ എന്നാലും അത്ര സുഖകരമല്ല വ്യാഴം ജന്മത്തിൽ കയറി നിൽക്കുന്നത്. അതുപോലെ ചൊവ്വയും പ്രതികൂലമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ചന്ദ്രനും പ്രതികൂലമാണ്. അപ്പോൾ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ ആരോഗ്യം അത്ര മെച്ചമാവണമെന്നില്ല. തീർച്ചയായിട്ടും ശുക്രൻ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ, ഈശ്വരൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രതികൂലാവസ്ഥ മറികടക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്കും അത്ര നല്ല ദിവസങ്ങളല്ല. 6 ഗ്രഹങ്ങൾ ഇവർക്കും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ചൊവ്വ ഇവിടെ അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതുപോലെ ചന്ദ്രനും കൂടെ നിൽക്കുന്നു. അപ്പോൾ
പിന്നെ ശുക്രന് അനുകൂലമാണ്. അതുകൊണ്ട് ഈ പ്രതികൂലാവസ്ഥയ്ക്ക് ചെറിയൊരു ശമനമുണ്ടാവും. എന്നാൽ തന്നെയും അത്ര നല്ല ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഭൂമിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവേണ്ടതാണ്. എങ്കിലും ഈ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ അതിന് കാലതാമസം, തടസ്സം ഒക്കെ ഉണ്ടാക്കും. പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം, പൊലിമക്കുറവ്, പൂർണ്ണത കുറവ് പൊതുവെ അനുഭവപ്പെടാം. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി കന്നിരാശി, ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് 7ാം ഭാവത്തിൽ. അപ്പോൾ ജീവിത പങ്കാളിയായിട്ടും ഓപ്പോസിറ്റ് സെക്സുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇവ 4 അനുകൂലമായതുകൊണ്ട് വാഹനലാഭം ഉറപ്പിക്കാം. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. എങ്കിലും കാലാവസ്ഥ അത്ര മെച്ചമല്ല. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. കാരണം സൂര്യൻ അനുകൂലമാണ്, ചൊവ്വയും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിതൃസ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഉള്ള ധനസമ്പാദനം, അതിന് സാധ്യത. പിന്നെ തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായ നിയമ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യത. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും, ദാമ്പത്യ സുഖം. കൂടാതെ എടുത്തു പറയേണ്ടത്തക്ക കാര്യം എന്ന് പറയുന്നത് 11ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് കൂടെ വ്യാഴവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, അത്യുജ്വലമായ നേട്ടങ്ങൾ എന്ന് തന്നെ പറയുന്നു, നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അസാമാന്യമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട്. 12 രാശികളിൽ ഈ 2 ദിവസം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് കന്നിരാശിക്കാർക്കാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദിവസം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ, ബുധൻ, വ്യാഴം ഇവയുടെ ഒത്തുചേരലുണ്ടായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള
ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ചന്ദ്രനും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, അഷ്ടമത്തിലാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം, മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർ തിങ്കളാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വ്യാഴവും ശുക്രനും അനുകൂലമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണാധിക്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ശനി, ചൊവ്വ, സൂര്യൻ, വ്യാഴം ഇവ പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ എല്ലാറ്റിനും ഒരു തടസ്സം, ഒരു പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവൊക്കെ അനുഭവപ്പെടാം. ബൗദ്ധിക മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് സൂര്യനും ബുധനും പ്രതികൂലമാണ്. ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ടും ഓപ്പോസിറ്റ് സെക്സുമായിട്ടും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് ഗുണാധിക്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ശനി, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമാണ്. വാഹനലാഭം ഉണ്ടാവാം. കാര്യം ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലം. കൂടെ ശനിയും അനുകൂലമാണ്. അപ്പോൾ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. വാഹനലാഭം ഉറപ്പിക്കാം. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് അല്പം മെച്ചപ്പെട്ട ദിവസങ്ങളാണെങ്കിലും ദോഷാധിക്യം തുടരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന സർപ്പം, ശിഖി, ശനി, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പ്രത്യേകിച്ച് സർപ്പം ഡിസംബർ 5 മാറുന്നെങ്കിലും അതും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഏകദേശം 1 വർഷക്കാലം, അതായത് 2027 ജൂൺ 2 വരെ ഏകദേശം ഡേറ്റ് ഇവർക്ക് പ്രതികൂലാവസ്ഥയാണ്
കാണുന്നത്. പ്രത്യേകിച്ച് വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വ്യാഴം മാറുന്നത് 2027 ജൂൺ ആദ്യ വാരമാണ്. അപ്പോൾ അതുവരെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. അതേസമയം അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊന്നും കഴിവതും തുടങ്ങാതിരിക്കുക. അത് 2027 ഈ വ്യാഴം മാറിയതിന് ശേഷം ചെയ്താൽ മതി. അവർക്ക് 2027 ജൂൺ ആദ്യ വാരം വ്യാഴം മാറും. അത് അനുകൂലമായിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഈ 2027 ജൂൺ ആദ്യ വാരത്തിന് ശേഷം ചെയ്യുന്നതാണ് ഉചിതം. ഇവർ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് സൂര്യനും ബുധനും അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവേണ്ടതാണ്. എങ്കിലും അതിനൊക്കെ ഒരു കാലതാമസം, തടസ്സമൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും ഈ ദോഷാധിക്യം നിലനിൽക്കുന്ന ഈ കാലയളവിൽ അല്പം മെച്ചപ്പെട്ട ദിവസങ്ങളാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി, ചൊവ്വ, സർപ്പം ഈ പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും വ്യാഴവും ശിഖിയും അനുകൂലമായിട്ടും നിൽക്കുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. വ്യാഴം ഇവർക്ക് 5ാം ഭാവത്തിലാണ്. അപ്പോൾ പ്രണയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. ദാമ്പത്യ സുഖമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ മീനൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.